എല്ലാ കൂട്ടുകാർക്കും കരിയർസപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് റീബിൽഡ് കേരള ഇന്നോവേറ്റീവിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. 13/4/2022 മുതൽ 27/4/2022 വരെ നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കും. ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം IT ഓഫീസർ, അതുപോലെ ക്ലർക്ക്, SSLC പാസ്സായവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് SSLC ആണ് പറയുന്നത്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് 7ാം ക്ലാസ് പാസ്സായവർക്കാണ് അപേക്ഷ അയക്കാവുന്നത്. അപ്പോൾ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് റീബിൽഡ് കേരള ഇന്നോവേറ്റീവ് എന്ന് പറയുന്നതിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. www.cmdkeralanet എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. ഈ ഒരു അപേക്ഷ 13/4/2022 രാവിലെ 9 മണി മുതൽക്ക് ലിങ്ക് അവൈലബിൾ ആണ്. അതായത് ഇന്ന് മുതൽക്ക് ലിങ്ക് അവൈലബിൾ ആണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 27/4/2022 വൈകിട്ട് 5 മണിയാണ്. ഓക്കെ, അപ്പോൾ IT ഓഫീസർ എന്ന തസ്തികയിലേക്ക് വരുന്നത് ഒരു ഒഴിവാണ്. അത് തിരുവനന്തപുരത്താണ് വരുന്നത്. M.Tech, ME, B.Tech, BE, MCA, M.Sc.Computer സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 30 വയസ്സ് കവിയാൻ പാടില്ല. 32,000 രൂപ വരെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് തിരുവനന്തപുരത്ത് ഒരു ഒഴിവ് വരുന്നുണ്ട്. അതുപോലെ കോട്ടയത്ത് ഒരു ഒഴിവ് വരുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 2 ഒഴിവുകളാണ് പറയുന്നത്. SSLC പാസ്സായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. 25 വയസ്സ് കവിയാൻ പാടില്ല. 21,000 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, ഈ ഒരു പോസ്റ്റ് തിരുവനന്തപുരത്ത് ഒരു ഒഴിവ് വരുന്നുണ്ട്, തൃശ്ശൂർ ഒരു ഒഴിവ് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് SSLC ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. കൂടാതെ ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലും ഹയർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ വേർഡ് പ്രോസസ്സിങ്ങും എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, 25 വയസ്സ് കവിയാൻ പാടില്ല. 21,000 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കും. ഫീസ് അറ്റൻഡൻറ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് 2 ഒഴിവുകളാണ് വരുന്നത്. തിരുവനന്തപുരത്തും കോട്ടയത്തും ഓരോ ഒഴിവുകൾ വീതമാണ് വരുന്നത്. ഇതിലേക്ക് 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ അയക്കാം. അവർക്ക് ഗ്രാജുവേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഏജ് ലിമിറ്റ് പറയുന്നത് 25 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ്. 18,000 രൂപ മുതൽക്ക് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ള നിങ്ങളുടെ ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/4/2022 വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 25 വയസ്സ് കവിയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോട്ടോഗ്രാഫ്, അതുപോലെ സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ JPG ഫോർമാറ്റ് ആയിരിക്കണം, 200 KB കൂടാൻ പാടില്ല. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ JPG ആയിരിക്കണം, 50 KB കൂടാൻ പാടില്ല. അപ്പോൾ യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാവരും എന്ത് ചെയ്യുക, അപേക്ഷ അയയ്ക്കുക. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം വരുന്നത്. ഓക്കെ, താങ്ക് യു.